നമസ്കാരം. സഖാവ് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഭരണപക്ഷം അവർ അധികാരത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഇലക്ഷൻ സമയത്ത് ഉപയോഗിച്ച ഒരു ചെറിയ വാക്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു വാക്യം? LDF വരും, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും. ആ ഒരു സെൻറ്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷകൾ കൊടുക്കുകയാണ്, ആശ്വാസം വാക്കുകളിൽ കൂടെ കൊടുക്കുകയാണ്, പ്രതീക്ഷിക്കാം, ഹോപ്പ് കൊടുക്കുക. അതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ മെയിനായിട്ടുള്ള ഒരു അജണ്ട. നമുക്ക് കയ്യിലേക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പ്രതീക്ഷകൾ ഇങ്ങനെ ഇട്ട് നൽകും. ഏതൊരു വാക്കിലും വാഗ്ദാനത്തിലും വാക്യത്തിലും ആ ഒരു പ്രതീക്ഷ കാര്യമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിലങ്ങോട്ട് പവർ ആവണം അണികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു അപ്രോച്ച്. ഇത് കേരളമാണ്, അതിലൊരു പ്രതീക്ഷയുണ്ട്. കേരളം ബാക്കിയുള്ളതിനേക്കാളും മികച്ചതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ഇട്ട് തരുന്നുണ്ട്. ഇന്ത്യയുടെ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലൊരു പ്രതീക്ഷ സാധാരണക്കാർക്ക് തോന്നും. ഇത്തരത്തിലുള്ള നിരവധി പ്രതീക്ഷകളാണ് ഓരോ പ്രസംഗത്തിൽ കൂടെയും ഓരോ വാക്കിൽ കൂടെയും ഒരു വാക്യത്തിൽ കൂടെയും ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരും നേതൃത്വ നിരയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷകളും നീണ്ട കാത്തിരിപ്പുമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 530/2019 ഒരു CPO റാങ്ക് ലിസ്റ്റിന്റെ പേരാണ്. അധികം ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇടയ്ക്ക് അതുവഴി എത്തി നോക്കും. ഈ ചാനലിന്റെ വണ്ടി ലോഗോ ഒട്ടിച്ച് അതിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത്, കുട്ടികൾ എത്തി നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ചളുപ്പ് കൊണ്ട് ചില ആളുകൾ 1 മിനിറ്റ് 2 മിനിറ്റ് വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് ആളുകൾ ആ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അതെന്നാണ്? ആ ഒരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു സമയത്താണ് എന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ട് പോവുകയുണ്ടായി. വേറെ അധികം പാർട്ടിക്കാരെ ഒന്നും കണ്ടില്ല. BJP-കാർക്ക് വേണമെങ്കിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരും അധികം എത്തിയില്ല. സുരേഷ് ഗോപിക്കൊക്കെ വന്ന് കയറി നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കയ്യടികൾ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. അവരും വന്നില്ല. കുട്ടികൾ പലവിധ പ്രതിഷേധ മാർഗങ്ങളൊക്കെ അവലംബിക്കുകയുണ്ടായി. നിലത്ത് കിടന്ന് ഉരുളുന്ന ഒരു സമര രീതി ഒരു കാലത്ത് കണ്ടു. കാൽനട യാത്ര കണ്ടു, ഉപവാസ സമരം കണ്ടു. പല രീതിയിലാണ് ആ ഒരു സമരങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കുന്നതിനോട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആളെ എണ്ണം കുറയ്ക്കുന്നതിനോട് നമുക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ ആ കുറച്ച് ഇട്ട എണ്ണത്തിലെ ഭൂരിഭാഗം പേർക്കെങ്കിലും നിയമനം കൊടുത്തിട്ട് വേണം അടുത്ത പരീക്ഷയും അടുത്ത നോട്ടിഫിക്കേഷനും ഒക്കെ വിളിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ CPOന്റെ ലിസ്റ്റിൽ 13,000 പേരുണ്ട്. ആകെ 21% പേർക്കാണ് ആകെ നിയമനം കൊടുത്തത്. അതിനു മുമ്പേ എന്ത് ചെയ്തു? ആ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അടുത്ത റാങ്ക് ലിസ്റ്റും വന്നു, അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വന്നു. എന്തിനാണ് ഇത്ര തത്രപ്പാട്? വെറുതെ എക്സാം കാണിച്ച് ഇങ്ങനെ പ്രഹസനം നടത്തി കൊണ്ടുപോയാൽ പോരല്ലോ. ഇതിൽ ലിസ്റ്റിൽ വരുന്നവരെന്ന് പറയുന്നത് കാലങ്ങളോളം ഇതിന്റെ ആരും അത്രത്തോളം ഫിനാൻഷ്യലി പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല, PSCയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല വരുന്നത്. ജോലിയില്ലാത്തൊരു ഗതികേട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും നമുക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ ജീവിക്കണം എന്നുള്ളൊരു ലെവലിലുള്ള ആഗ്രഹം കൊണ്ട് വരുന്നത്. എന്നിട്ട് ലിസ്റ്റിൽ വന്ന് 4-5 വർഷം കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് 2019 വിളിച്ച ഒരു CPOന്റെ പരീക്ഷ 2022-23 ലിസ്റ്റും വന്ന് ഇപ്പോൾ ലാസ്റ്റ് അത് എന്ത് ചെയ്യുന്നു, ഒരു 60 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും 21% മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിയമനവും കാര്യങ്ങളും നടന്നിട്ടുള്ളൂ. അതൊക്കെ കുറച്ചും കൂടെയൊക്കെ ഖേദകരമാണ്. കാരണം ഇത്രയും വർഷം ആ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരെയും കൊറോണ ഒരുപോലെ ബാധിച്ച്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പിന്നെ ആ ലിസ്റ്റുകാർക്കെങ്കിലും കുറച്ചൊരു സമയവും കുറച്ച് നിയമനവും കൊടുക്കണമായിരുന്നു. ഈ നിയമനത്തിന്റെ കാര്യം പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയും. സാമ്പത്തിക പ്രതിസന്ധി ഉദ്യോഗാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. PSC മെമ്പേഴ്സിന്റെ കാര്യം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒതൊരു പ്രശ്നമല്ല. ഇത് ഇത്ര ദാരുണമായിട്ട് തീവ്രമായിട്ടുള്ള ഒരു സമരത്തിലേക്ക്, ദയനീയമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഗതിയാണ്, അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കൽ. PSCയുടെ നോട്ടിഫിക്കേഷൻ ഇഷ്ടം പോലെ വരുന്നുണ്ട്. PSC എന്ന് പറയുന്നത് ഒരു മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാം നടത്താൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ അയക്കാൻ വേണ്ടി. എന്നാൽ എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ഒന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിയമനം എന്ന് പറയുന്നത് പിന്നീട് ഈ പിള്ളേരുടെ ഒരു ആവശ്യമാണ്. അവരതിൻ്റെ പിറകെ നടക്കണം. ഈ PSC റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്, നിയമനത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഉള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, അതാണ് കുറേയധികം ആളുകളുടെ വർഷങ്ങൾ നശിപ്പിച്ച് കളയുന്നത്. ശരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചിട്ട്, നമ്മുടെ നാട്ടിലുള്ള സംവിധാനത്തെ കുറിച്ചിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു സംഗതിയുണ്ട്. അനിയന്ത്രിതമായിട്ടുള്ള ഡിലേ ആണ്. ഒരു മനുഷ്യൻ്റെ വളരെ തുച്ഛമായിട്ടുള്ള യൗവന കാലഘട്ടം ഏതെങ്കിലും ഗവൺമെൻറ് നൂലാമാലകളുമായി ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകും. 4 വർഷമാണ്. 2019, അത് കഴിഞ്ഞിട്ട് കൊറോണ വരുന്നു, അത് കഴിഞ്ഞിട്ട് എക്സാം നടത്തുന്നു, എക്സാമിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുന്നു. കാരണം ഇത് പ്രിലിമിനറി, അതേപോലെ തന്നെ മെയിൻസ്, ആ രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. CPO എക്സാമ് ഉദ്യോഗാർത്ഥികളാണ്, അവർ ജോലിക്ക് ആവശ്യക്കാരാണ്, അവർ അതിനെക്കുറിച്ചിട്ട് യാതൊരുവിധ ചോദ്യങ്ങളും തിരിച്ചു ചോദിക്കുന്നില്ല. അവർ ആ 2 പരീക്ഷയും പഠിച്ച് എഴുതുന്നുണ്ട്. അതിൻ്റെ മെയിൻസിനകത്തുള്ള ടോപ്പിക് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ നിയമനമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനുള്ള സംഭവമൊക്കെയാണ്. അതാണ് ആദ്യം പഠിക്കുന്നത്. അതും പഠിച്ചു കഴിഞ്ഞ് ഫിസിക്കലും പാസ്സായി ഇവർ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ട്
നീണ്ട ഒരു കാത്തിരിപ്പാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മാത്രം നിയമനങ്ങൾ വളരെ തുച്ഛം. 20% ആളുകൾക്കൊക്കെയാണ് 530/2019 റാങ്ക് ലിസ്റ്റിൽ നിയമനം കിട്ടിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകൾക്കും നിയമനം കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ബാക്കി മാർക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരും ആ ഒരു ലിസ്റ്റിലുണ്ട്. മുഴുവൻ ആളുകൾക്കും നിയമനം എന്ന് പറയുന്നത് പോലും പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നില്ല. അതിനകത്ത് ഒരു 70% ആളുകൾക്ക് 80% ആളുകൾക്കെങ്കിലും നിയമനം കൊടുത്തൂടെ? DGPയുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ സർക്കാരിലേക്ക് വന്നിട്ടുണ്ട്. ആ ഫയലിൻ്റെ ഇതാണ് നമ്മളിരിക്കുന്നത്. ഇത് വെറും പേപ്പറല്ലേ, നമ്മുടെ ജീവിതമാണ്. പോലീസ് സ്റ്റേഷനിൽ അംഗബലം കൂട്ടണമെന്ന ആവശ്യം DGP ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഹോമിൽ കിടക്കുകയാണ്. അപ്പം ഇതിന് ഈ ഒരു ഫയൽ തന്നെ പാസ്സായാൽ തന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും നിയമനം ലഭിക്കുന്ന ഒരു ഒന്നാണ്. അപ്പം ഇത് മാക്സിമം സർക്കാർ ഒരു ഊന്നൽ നൽകി ഇത് പാസ്സാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലൊരു സാമ്പത്തിക ബാധ്യത എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കല്ലേ എന്ന് മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ളൂ. സർക്കാരിൻ്റെ കണക്കും നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരു 3900 പേർക്ക് ഈ ഒരു 9 മാസത്തിനിടെ നിയമനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിയമന നിരോധനമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ഇത്രയും ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി ഒരു 9 മാസത്തിനിടയിൽ? നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ പല ഡോക്യുമെന്റ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഇനിയും അനേകായിരം ഒഴിവുകൾ നമ്മുടെ ജില്ലകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ നമ്മളത് അധികാരികളിൽ എത്തിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല, നമുക്കത് ഓൾറെഡി തന്നു കഴിഞ്ഞ വേക്കൻസികളാണ് എന്നാണ് പറയുന്നത്. നമ്മൾ പല പോലീസ് സ്റ്റേഷനുകളിൽ ചോദിക്കുമ്പോഴും അമിത ജോലിഭാരം മൂലം പോലീസുകാർ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല കേന്ദ്രങ്ങളിലും നമ്മൾ ഇന്ന് ഒരു ദിവസം ഉപവാസ സമരം അനുഷ്ഠിക്കുകയാണ്. അപ്പം 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും വഴിയാധാരമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൗമാര യൗവന കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ജോലി കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. കരിയറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്ഥിരമായിട്ട് വേറൊരു പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് ഒരു മടിയുണ്ട്. അത് മനസ്സിന് സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ്. കുറച്ച് പൈസ മുടക്കി കാനഡയ്ക്കോ UK-ക്കോ ഒക്കെ ആളുകൾ രക്ഷപ്പെട്ട് പോകുന്നത് പോലെ പോകാൻ ഒരു മടിയുണ്ട്. കാരണം വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പരാധീനതകൾക്കിടയിൽ ലോൺ എടുത്തിന് അതും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾക്ക് ഗൾഫിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാലും റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്. അങ്ങനെ ചില ആളുകൾക്കൊക്കെ അസുലഭ സൗഭാഗ്യം കിട്ടിയതായിട്ട് അറിയാം. അങ്ങനെയുള്ള ചില സക്സസ് സ്റ്റോറീസൊക്കെ എന്നും സോഷ്യൽ മീഡിയയിൽ കോച്ചിങ് സെൻറ്ററുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ തനിക്കും അങ്ങനെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഓരോ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്നത്. അത്രയധികം ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ പ്രതീക്ഷ കൊടുത്തിട്ട് വഴിയാധാരാക്കുക എന്ന് പറയുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള സംഗതി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറച്ചധികം ആളുകൾ നീണ്ട കാലത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നത്. അതിൽ കുറേയധികം ആളുകൾ ഏജ് ഓവറായിട്ട് അതിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് ഉടനെ എക്സ്പയർ ആവാൻ വേണ്ടി പോവുകയാണ്. ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്രവും കേരളമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾക്ക് കുറച്ചും കൂടെ പ്രതീക്ഷകൾ കിട്ടും. കേന്ദ്രത്തിൽ അങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. 200 കിലോമീറ്റർ അകലെ വെച്ചിട്ട് തന്നെ ഫാമേഴ്സിനെ ബ്ലോക്ക് ചെയ്തു. അപ്പം അങ്ങടേക്ക് വരുന്നില്ല. നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഫാർമേഴ്സിനെ എങ്ങനെ തുരത്താം, അവരെ എങ്ങനെ മാക്സിമം വേദനിപ്പിക്കാം എന്നുള്ളതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. കണ്ണീർ വാതകം പ്രയോഗിക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഡ്രോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം ഫാർമേഴ്സ് അവിടെ നിന്ന് പട്ടം പറത്തി അതിനെ വലിച്ചിടാൻ നോക്കുന്നു. ഇതൊരു കഷ്ടമാണ്. എന്ത് പണമാണ് ആ പ്രതിരോധ സംവിധാനത്തിൽ തന്നെ കേന്ദ്രത്തിന് നഷ്ടപ്പെടുന്നത്. അവിടെ ഫാർമേഴ്സിനെ അടുത്ത് വിളിച്ചിരുത്തി ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ പോലെയുള്ള ശ്രമം ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അത് പണ്ടൊരു പ്രതീക്ഷ കൊടുത്തതിൻ്റെയാണ്. മോഡി പണ്ട് പറഞ്ഞായിരുന്നു ഫാമേഴ്സിൻ്റെ ഇൻകം ഡബിളാക്കി കൊടുക്കാം, താങ്ങുവില എല്ലാ വിളകൾക്കും കൊടുക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ കൊടുത്തിരുന്നു. അധികാരത്തിൽ കയറിയപ്പോഴത്തേന് മോഡിയല്ലേ ആള്, അവർ മറ്റേ അമ്പലം പണിയാനായിട്ടും പ്രാണപ്രതിഷ്ഠ നടത്താനായിട്ടും ഒക്കെ പോയി. കേരളത്തിലെ പ്രതിഷേധങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രതിഷേധിക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. കാരണം വലിയ സമര ചരിത്രമുള്ള പാർട്ടിയാണ് കേരളത്തിലെ ഭരണപക്ഷം. അപ്പോൾ അവർ പ്രതിഷേധങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. റോഡിൻ്റെ ഓരത്തോ മാറി നിന്നോ നിലത്ത് കിടന്ന് ഉരുണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, വണ്ടിക്ക് മുമ്പിലൊന്നും ചാടിയേക്കലും നല്ല ഇടി കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി, ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് പ്രതിഷേധക്കാരോട് വലിയ അങ്ങോട്ടുള്ള ആക്രമണമോ അവരെ തുരത്താനായിട്ടുള്ള ശ്രമമോ ഒന്നും കാണാനായിട്ടില്ല. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ പ്രതിഷേധക്കാരെ കണ്ണിന് കാണുന്നില്ല. അവരെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള വർത്തമാനം പോലും പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. സജി ചെറിയാനെ പോലുള്ള ആളുകൾ മറ്റേ സ്റ്റേജിൻ്റെ മുകളിൽ കയറുന്ന അയാൾ ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അയാൾ പറയുന്നു മീൻ കച്ചവടത്തിനൊക്കെ പോകണം, എന്നിട്ട് മത്സ്യത്തൊഴിലാളി ആയി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴത്തേന് ഇയാൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള അപ്രോച്ചുകൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണല്ലോ, സംവിധാനമാണല്ലോ, മരുടെ നേതൃത്വമാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേന് വല്ലാതെ ഒരു വേദന തോന്നും, ഒരു തരം ഒരു നിർവികാരത. ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ
ഇവിടെയുള്ള മാധ്യമങ്ങളെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യേണ്ടതാണ്. പ്രതിപക്ഷമൊക്കെ ഒന്ന് ഉണര്. ഈ മറ്റേ പള്ളി പൊളിക്കാനായിട്ടും അതിൻ്റെ പുറകെ നടക്കാനായിട്ടും പൂജ നടത്താനായിട്ടൊക്കെ പോകുന്ന ആളുകളെങ്കിലും ഇതിനൊരു പ്രക്ഷോഭമായിട്ട് എടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങുക. സെക്രട്ടേറിയറ്റ് മാർച്ച്, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നയിച്ച പരിപാടികൾ, വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ വരട്ടെ. ചാണ്ടി ഉമ്മൻ വന്നിരിക്കട്ടെ, ഉദ്യോഗാർത്ഥികളുടെ കൂടെ വന്നിരിക്കട്ടെ, നല്ല പരിപാടിയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഹീറോ പരിവേഷമായിരുന്നു. അത്തരത്തിലുള്ള ഹീറോ പരിവേഷത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ള മറ്റേ സംഘപരിവാർ പ്രവർത്തകർ കേരളത്തിലില്ലേ, അവരൊക്കെ മുന്നോട്ടേക്ക് വരിക, ഉദ്യോഗാർത്ഥികൾക്കൊപ്പം നിൽക്കുക, വെറുതെ നിൽക്കുക, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയെങ്കിലും നിൽക്കുക. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ വ്യാവസായിക വകുപ്പിനാണ് കൂടുതലും PSC നോട്ടിഫിക്കേഷൻ കൊണ്ടുപോകണം. എന്തോ ഒരു ഇൻഡസ്ട്രീസ് അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ. എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട്, ആപ്പുകളുണ്ട്, ഗംഭീരമായിട്ടുള്ള കോഴ്സുകൾ, പ്ലാനുകളെല്ലാം ഉണ്ട്. അത് തഴച്ചു വളരുന്ന ഒരു വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻസ് ചറപറ കൊടുക്കുന്നു, എക്സാം ഇഷ്ടം പോലെ നടത്തുന്നു, എക്സാം പ്രിപ്പറേഷൻ കാര്യമായിട്ട് തന്നെ ആളുകൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്നു, ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോകുന്നു, വീണ്ടും കുട്ടികൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈ CPO റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പണ്ടൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഏരിയ ആണ്, ഫിസിക്കലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അവസ്ഥ ഇതാണ്, ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അതിൻ്റെ നൂലാമാലകൾ ഏറ്റവും Z അറിയത്തുള്ളൂ. എനിക്കതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഒന്നുമില്ല. കാരണം നമ്മളെ ബാധിക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് വെറും വാർത്തകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് വെറും കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ ഇനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കാണുമെങ്കിലും ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നന്ദി.